റോസ്റ്റ് അങ്ങനെ തേങ്ങ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് വെറൈറ്റി ആക്കാം. ഇസോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം, അതായത് ക്രാബ് റോസ്റ്റ്. കണ്ടോ, ഇവനാണ് ആള്. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം സൈസ് ക്രാബാണ്. ആദ്യം ഞണ്ട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇക്കാക്ക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. തീ ഓഫ് ചെയ്യാം. ഇനി ഇത് വൃത്തിയാക്കി എടുക്കാം. പലരും പല രീതിയിലായിരിക്കും ഇത് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞണ്ടൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വെക്കാം. പക്ഷെ കറികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നല്ലത്. ഇനി ഇത് വെക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. അത്യാവശ്യം വലിയൊരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് 4 പച്ചമുളക് നടുക്ക് കീറിയത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 അത്യാവശ്യം വലിയ സൈസ് വെല്ലുള്ളി അരിഞ്ഞു വെച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പുളിയോ അല്ലെങ്കിൽ കുടംപുളിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അടച്ചു വെച്ചാൽ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി യോജിപ്പിച്ചതൊന്ന് വേവിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊന്നും പാടില്ല കേട്ടോ, നല്ല വേവിച്ചെടുക്കുക. തക്കാളി അങ്ങനെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകാനും നല്ലൊന്ന് വെന്ത് കിട്ടാനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ കേട്ടോ. എണ്ണ തെളിയുന്ന വരെ നമ്മൾ ഈ ഒരു മസാല വേവിച്ചെടുക്കണം, എങ്കിലേ ഉള്ളൂ ഈ ഒരു റോസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അതാ ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രാബ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ക്രാബ് റോസ്റ്റ് വെക്കുമ്പോഴോ കറി വെക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല പാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിങ്ങനെ ഇളക്കുന്ന ടൈമിൽ ആ ഒരു പാനിൽ തട്ടി പാന് വര വീഴും, അതായത് സ്ക്രാച്ച് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഒരു പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ക്രാബ് റോസ്റ്റൊക്കെ തയ്യാറാക്കുക. ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വെള്ളം 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ല ചൂടാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ നമ്മൾ മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പായിരുന്നു ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഞണ്ടിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ഏകദേശം ഒരു 20 to 25 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഞണ്ട് റോസ്റ്റ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിനി അത്യാവശ്യം നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്.
തേങ്ങാപ്പാൽ ഒഴിച്ചാൽ 1 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല അളവിൽ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ ലാസ്റ്റ് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മസാല അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിൻ്റെ കൂടെ ചോറ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞണ്ടൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം റീനൂസ് കിച്ചൺ. റെഡിയായി ഇല്ല കട്ടിയേ ഞണ്ടിൻ്റെ എന്താ ആയോ നോടാ ഓക്കെ വീഡിയോ പോവാം.